ഈ വീഡിയോയിൽ കുറേ ഡെവലപ്മെൻറ്റ്സ് ആണ്, പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റുകളാണ്. ഇന്ത്യ റഷ്യ ബന്ധം സ്ട്രെങ്തൻ ചെയ്യുന്ന ഭാഗമായിട്ട്, കാരണം അമേരിക്ക എണ്ണ കമ്പനികൾക്ക് മേലിൽ സാങ്ഷൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ റഷ്യയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്ന പ്രവൃത്തിയിലോട്ടാണ് പോയിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് തന്നെ വിനയായി തീരും. ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ ഒരുപാട് എഗ്രിമെൻറ്റുകൾ റഷ്യയുമായിട്ട് സൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീം റഷ്യ വിസിറ്റ് ചെയ്യുകയാണ്. The Indian Ministry of Defense delegation visits Moscow UEC Salyut Engine Manufacturing Complex. അതായത് റഷ്യയിൽ എഞ്ചിൻ മാനുഫാക്ചറിങ് ചെയ്യുന്ന യൂണിറ്റ് ഇന്ത്യയുടെ ഡിഫൻസ് ഡെലിഗേഷൻ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇൻഡോ റഷ്യ എയറോസ്പേസ് കോർപ്പറേഷൻ അത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിസിറ്റ് സംഭവിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ എന്നാണ് ഈ കമ്പനിയുടെ പേര്. പ്രോഡക്റ്റ് 177S ടർബോഫാൻ എഞ്ചിൻ മാനുഫാക്ചറിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ നിർമ്മാണ ഫാക്ടറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് അവിടെ നടന്നത്. HAL UAC ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒരു വമ്പൻ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് പാസഞ്ചർ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ് റഷ്യയും ഇന്ത്യയും ചേർന്ന് ഇന്ത്യക്കുള്ളിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ നിർമ്മിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്വാൻ ഡിഫൻസും മെസഗോൺ ഡോക്ക് എന്ന് പറഞ്ഞ കമ്പനിയും, ഈ രണ്ട് കമ്പനി, മെസഗോൺ ഡോക്ക് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇതിനു മുമ്പ് ഞാൻ അതിനെ ഫ്രാൻസ് എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ അത് ഈ ഒരു അവസരത്തിൽ ഞാനത് തിരുത്തുകയാണ്. ഇപ്പോൾ സ്വാൻ ഡിഫൻസും മെസഗോൺ ഡോക്ക് എന്ന് പറഞ്ഞ രണ്ട് കമ്പനിയും കൂടി ചേർന്നിട്ട് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് LPD നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഈ LPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്സ് എന്നാണ്. അതായത് ഒരു ലാൻഡിംഗ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ, ഈ ഷിപ്പ് വന്ന് ലാൻഡ് ചെയ്ത് അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, ആ ഒരു ലാൻഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിൻ്റെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവാണ്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഒരു മൈൽ സ്റ്റോൺ എഗ്രിമെൻ്റ് ആയിട്ടാണ് കരുതുന്നത് ഈ ഒരു SJ-100 എന്ന് പറഞ്ഞ റഷ്യയുമായിട്ട് ഇന്ത്യ എഗ്രി ചെയ്തിരിക്കുന്ന ഈ പാസഞ്ചർ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ പ്രോജക്റ്റ് തന്നെയാണ് ഇന്ത്യക്ക്. അമേരിക്കയുടെ അടങ്ങാത്ത പ്രഷർ കൊണ്ടാണ് ഇന്ത്യ ഈ രീതിയിലുള്ള എഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്യുന്നത്. നമ്മൾ ബോയിങ്ങുമായിട്ട് HAL ഇതേപോലത്തെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോയിങ്ങിന് കൂടുതലായിട്ട് മുന്നോട്ട് ഇന്ത്യക്കുള്ളിൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ബോയിങ്ങിന് ഒരുപാട് ഓർഡറുകൾ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോയിങ്ങിൻ്റെ ഇതേ മാതൃകയിലുള്ള പ്രോജക്റ്റൊക്കെ ഇന്ത്യക്കുള്ളിൽ നടപ്പിലാക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. പക്ഷേ ഈ പ്രോജക്റ്റ് ഉണ്ടല്ലോ, SJ-100 പാസഞ്ചർ എയർക്രാഫ്റ്റ്, ഇത് വളരെ ക്വിക്കായിട്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ ലോഞ്ച് ചെയ്യപ്പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസും അതേപോലെ സഫ്രാൻ എന്ന് പറഞ്ഞ കമ്പനിയും കൂടി ചേർന്നിട്ട് എഞ്ചിൻ സ്പെയർ പാർട്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ഹൈദരാബാദിൽ സ്ഥാപിക്കുകയാണ്. ഇന്ത്യ ഇഷ്യൂ നോട്ടം, അതായത് ഇത് നോ ഫ്ലൈ സോണാണ് പൊതുവിൽ. ഒഡീഷ ആ റീജിയനിൽ, ഈ ഇന്ത്യയുടെ ഒഡീഷ ഭാഗത്ത് നോട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 നവംബറിനാണ് ഈ ഒരു മിസൈൽ പരീക്ഷണം ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് ഉണ്ട് ഈ ഒഡീഷയുടെ ഭാഗത്ത്. ആ ഐലൻഡിൽ നിന്നാണ് ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. ആ ഐലൻഡിൽ നിന്നും 120 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഡെസിഗ്നേറ്റഡ് ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത്. 120 കിലോമീറ്റർ ഫ്രം ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ്. അർമേനിയ ഇന്ത്യയുടെ അടുത്ത് പുതിയ ഒരു പ്രപ്പോസൽ. ഈ പ്രപ്പോസൽ എന്താണെന്ന് പറഞ്ഞാൽ സുക്കോയ് 30 MKI ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണ്. കാരണം ഈ അസർബൈജാൻ ചൈനീസ് ഫൈറ്റർ ജെറ്റുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. JF-C-17 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ പക്കൽ അത് ഓൾറെഡി ഉണ്ട് താനും. അപ്പോൾ അതിനെതിരെ ഒരു കൗണ്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അർമേനിയ Su-30 MKI ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. അസർബൈജാന്റെ പക്കൽ 40 JF-17C ക്ലാസ് ഫൈറ്റർ ജെറ്റുകളുണ്ട്. അവർ പാകിസ്ഥാൻ്റെ അടുത്താണ് ഇത് ഓർഡർ ചെയ്തത്. പാകിസ്ഥാൻ്റെ അടുത്താണ് ഓർഡർ ചെയ്തതെങ്കിലും അത് ശരിക്കും ചൈനയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ചൈനയുടെ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ചൈന ഇവരെ കൊണ്ട് നടപ്പിലാക്കി എടുത്തതാണ് ആ ഡീല്. അക്സി എയറോസ്പേസ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. 1,00,000 സ്ക്വയർ ഫീറ്റ് അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ കമ്പനി. ഹൈദരാബാദിലാണ് ഈ കമ്പനി 1,00,000 സ്ക്വയർ ഫീറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. മിക്ക കമ്പനികളും ഹൈദരാബാദ്, ആന്ധ്ര, ഈ ഏരിയയിൽ ബാംഗ്ലൂർ, ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ. ചെന്നൈ, ഇവിടേക്കാണ് കമ്പനികൾ ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. ഇത് വേറെ ഒന്നിനുമല്ല, UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അഥവാ ഡ്രോൺ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ സ്ഥലം ഇവർ പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത്. അത് 1,00,000 സ്ക്വയർ ഫീറ്റ്, 1,00,000 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ഇവർ ഇപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത് മാസീവ് ആയിട്ടുള്ള ജൈൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചുള്ളൊരു വാർത്തയാണ്. അത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ബാറ്ററികൾ, പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചറിങ് ചെയ്ത് 100-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് റീജിയൻ വൈസ് ഇവർ കൊടുത്തിട്ടുണ്ട്. അക്രോസ് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ആൻഡ് ഓഷ്യാനിയ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ EV ബാറ്ററി മാനുഫാക്ചറിങ് യൂണിറ്റ് വേൾഡ് വൈഡ് ഇപ്പം സപ്ലൈ എന്ന് വേണമെങ്കിൽ പറയാം.
ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതുമായിട്ട് കൂടുതലായിട്ട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ആസിയാൻ സമ്മിറ്റ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മാർക്കോ റൂബിയോയുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വീണ്ടും ഇന്ത്യയെ ട്രേഡ് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണിച്ചിട്ടുണ്ട് അമേരിക്ക. രണ്ടാമത് ജയശങ്കർ ഏറ്റവും കൂടുതൽ അവിടെ സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ജയശങ്കർ അവിടെ ഉന്നയിച്ചത്. പ്രത്യേകിച്ചും ഏഷ്യൻ സൈഡിലായതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഈ സർക്രീക്ക് എന്ന് പറഞ്ഞ സൈഡിൽ തൃശൂൽ എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി എക്സസൈസ് നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ സർക്രീക്ക് ഏരിയയിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരു വിഷയം കൂടി പറയാനുള്ളത്, അതായത് UK താല്പര്യം പാകിസ്ഥാന്റെ ഉള്ളിൽ വളരെയധികം കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതായത് സർക്രീക്ക് റീജിയനിൽ പെട്രോളിംഗ് നടത്താൻ കപ്പാസിറ്റി ഉള്ള കുറെ വാഹനങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് ഒരു 3 പെട്രോളിംഗ് വെഹിക്കിൾസ് എന്ന് അറിയപ്പെടുന്ന നല്ല ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് റൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഗ്രിഫിൻ ഹൂവർ ക്രാഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. അത് അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാൻ. അവരിപ്പോൾ നീറ്റിൽ ഇറക്കിയിരിക്കുകയാണ് ഈ സാധനം 3 എണ്ണം. ഈ ഇമേജിൽ കാണിക്കുന്ന സാധനമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് സഞ്ചരിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യയെ പോലെ തന്നെ അവർക്ക് പെട്രോളിംഗ് നടത്താൻ സാധിക്കും. ഇന്ത്യയെക്കാളും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടും കൂടി അവർക്ക് നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അതായത് ഇത് റീഫർബിഷ്ഡ് വേർഷൻ ആണ്. ഇതിനു മുമ്പ് ഇതേ മോഡൽ UK റോയൽ മെറൈൻ ഫോഴ്സിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ മോഡൽ. ആ മോഡൽ റീഫർബിഷ് ചെയ്താണ് അവർ പാകിസ്ഥാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്നേഹം മനസ്സിലായല്ലോ, ആ ബന്ധം വളരെ ഡെപ്തിലാണ് ആ ബന്ധമുള്ളത്. പാകിസ്ഥാനാണ് ശരിക്കും UK ചലിപ്പിക്കുന്നത്. ഗ്രിഫൻ 2400 TD എന്നുള്ള കാറ്റഗറിയിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. റഷ്യയുടെ ലൂക്കോയിൽ കമ്പനിയുടെ ഷെയറുകളെല്ലാം തന്നെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം ചീപ്പർ റേറ്റ് ആണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഇത് വിറ്റൊഴിവാക്കിയിട്ട് അവർ തീർച്ചയായിട്ടും ബദൽ പ്ലാനിങ് ഉണ്ടാവും. പ്ലാനിങ് ഇല്ലാതെ ഈ ഒരു ഇത്രയും വലിയൊരു ഓയിൽ കമ്പനി പെട്ടെന്ന് ഈ സ്റ്റേക്കുകളൊന്നും വിറ്റൊഴിവാക്കാൻ തീരുമാനിക്കില്ല. ഇതിന്റെ പുറകിൽ തീർച്ചയായിട്ടും റഷ്യയുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും. എന്തായാലും വൈകാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യ 6 റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾക്ക് റീഫ്യൂവലിംഗ് ചെയ്യാനുള്ള 6 എയർക്രാഫ്റ്റുകൾ ഇസ്രായേലിന്റെ പക്കൽ നിന്നും വാങ്ങുകയാണ്. ഏതാണ്ട് 8,000 കോടിയാണ് അതിന്റെ ബഡ്ജറ്റ്. അതിന്റെ പ്രൈസ് നെഗോസിയേഷൻ ചെയ്ത് 8,000 കോടിക്കാണ് ഇതിന്റെ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ Su-30 MKIക്ക് വേണ്ടിയിട്ട്, ഇത് ഫൈറ്റർ ജെറ്റാണ്, ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ട് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമറും കൂടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ജാമർ എന്ന് പറഞ്ഞാൽ ഇത് മോഡേൺ ഇലക്ട്രോണിക് വാർഫെയർ മെത്തേഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ റഷ്യ എടുത്താണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. സുക്കോയ് അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പർച്ചേസ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അഡ്വാൻസ്ഡ് റേഡിയോ ഫ്രീക്വൻസീസ് ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ തൃശൂൽ എന്ന് പറഞ്ഞ് പേരിട്ടുകൊണ്ട് ഈ സർക്രീക്ക് ഭാഗത്ത് ഒരു ഇന്ത്യയുടെ 3 ഫോഴ്സും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പാകിസ്ഥാനും അവരുടെ എയർ സ്പേസിലേക്ക് നോട്ടം പ്രഖ്യാപിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അവർ എക്സസൈസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അവരും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം ഒരു ക്ലാഷ് ഒഴിവാക്കണമല്ലോ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ 10 ദിവസത്തേക്കാണ് ഇന്ത്യ ഈ ഒരു എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രയൽ റണ്ണും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഖ്യാപിച്ച സമയം തൊട്ട് തന്നെ ഇന്ത്യയുടെ പ്രസൻസ് ഈ സർക്രീക്ക് ഭാഗത്തുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ UK കൊടുത്തിരിക്കുന്ന ആ ഗ്രിഫൻ ഹൂവർ ക്രാഫ്റ്റ് ഒക്കെ അവിടെ റൺ ചെയ്യുന്നത്. ഇത് UK നിന്നും ഒരു സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഇറക്കി അവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും കുറേ പ്രസക്തമായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.